405. റൂമിൽ സാറിന്റെ ബ്രദറുണ്ട്. ബ്രദറോ? അതെ, ക്യാൻസർ പേഷ്യന്റ് ആണെന്നും വെല്ലൂർക്ക് പോകുന്ന വഴി സാറിനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞു. കുറെ നേരം റിക്വസ്റ്റ് ചെയ്തിട്ടാ കീ കൊടുത്തത്. ക്യാൻസർ പേഷ്യന്റ് വെല്ലൂർ. ലേശം ഫിറ്റാ, ഒരു ഗ്ലാസ് തൈര് കൊണ്ടുവാ. നിനക്കാണോ ക്യാൻസർ? എപ്പോഴാ വെല്ലൂർക്ക് പോകുന്നു? എനിക്ക് സൗകര്യമുള്ളപ്പോ പോവും. 50 രൂപ ചോദിച്ചിട്ട് 50 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി വിട്ടവരാണ് നീ. നീ STD ആണെങ്കിൽ ഞാൻ ടെലക്സ് ആണ്. നീ മനസ്സിൽ കാണുമ്പോ ഞാനത് മാനത്ത് കാണും. 50 രൂപയുടെ കാര്യത്തിൽ എനിക്കൊരു തെറ്റ് പറ്റി. അതുപോട്ടെ, നാറികൾ അങ്ങനെ പലതും ചെയ്യും. അതൊക്കെ ഇരിക്കട്ടെ, നീ ഇവിടെ വന്നിട്ട് ഒരു വാക്കിനെ അറിയണം. അറിയിച്ചില്ല, അറിയിക്കേണ്ട കാര്യമില്ല. എടാ, 250 കിലോമീറ്റർ അപ്പുറത്ത് വെച്ചെന്നെ നീ എന്നെ കുളം തോണ്ടി കുത്തുപാള എടുപ്പിച്ചില്ലേ? നിർത്ത്, ഇനി കൃഷി നിർത്ത്. അപ്പൊ നിന്റെ തീരുമാനം അങ്ങനെയാണല്ലേ? അതെ അതെ. ഇറങ്ങ. ഓഹോ, എന്റെ പല്ല് സെറ്റ് എടുത്ത് വെച്ച് എന്നെ തന്നെ നോക്കിച്ചിരിക്കുന്നു. എടാ പുല്ലെ, വെള്ളടിച്ച വയറ്റി കിടക്കണം. ഇവിടെ വന്ന് എന്നെ നാറ്റിക്കേണ്ട പാവെങ്കിലും ഇപ്പൊ ഇറങ്ങിക്കോണം. നീ എന്നോട് ഗെറ്റൗട്ട് പറഞ്ഞല്ലടാ. നീ പറയണം, സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത ദ്രോഹി. നാടോടുമ്പോ നടുവെ ഓടുന്ന നാറി. നായി നടുക്കടലിൽ ചെന്നാൽ നക്കിയെ കുടിക്കൊള്ളടാ. യു ആർ എ ഹിപ്പോക്രാറ്റ്. യു ആർ എ ബാസ്റ്റർഡ്, ഐ സേ. വെള്ളം ഇതല്ലടാ. സ്മാള്. ഹലോ. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? എനിക്കറിയായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ച കാര്യം എംഡി പറഞ്ഞു. ഫ്രൈഡേ വരാനിരുന്നതാ. പെട്ടെന്നൊരു ഇൻകം ടാക്സ് പ്രോബ്ലം. കുഴപ്പമില്ല, സോൾവ് ചെയ്തു. അതും ഞാൻ അറിഞ്ഞു. ആഹാ, അപ്പൊ ഡീറ്റെയിൽസ് ഒക്കെ മുറയ്ക്ക് കളക്ട് ചെയ്യുന്നുണ്ടല്ലേ? കമോൺ. അതെ, എന്തായി ഡെവലപ്മെന്റ്സ്? റോഡിന് ഫേസ് ചെയ്യുന്ന പ്രൈം ഷോപ്സിനെ കുറിച്ചാ ഇപ്പൊ തർക്കം. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇരു ഭാഗത്തു നിന്ന് എൻട്രൻസ് വേണമെന്നായിരുന്നു എന്റെ വാദം. എന്ത് കാര്യവും ഡിഫറന്റ് ആയി ചിന്തിക്കുന്ന ആളാണല്ലോ അനു. കോംപ്ലിമെന്റ് ആണോ? നോ, ഇറ്റ്സ് എ കംപ്ലൈന്റ്. തീരുമാനങ്ങളൊക്കെ അനുവിന് വിട്ടു വന്നിരിക്കുന്നു. എത്രയും വേഗം പണി തീർന്നു കിട്ടണം, എനിക്ക് അത്രേ ഉള്ളൂ. അതിന് രാജുവും കൂടി വിചാരിക്കണം. എന്താ? എനിക്കൊരു ട്രാൻസ്ഫർ ട്രിവാൻഡ്രത്തേക്കാ. പക്ഷെ പോണോ വേണ്ടേന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോ എന്താ വേണ്ടത്? MD നല്ല അടുപ്പത്തിലല്ലേ? രാജു എനിക്ക് വേണ്ടി ഒന്ന് പ്രസ് ചെയ്യണം. ഞാൻ പറയാം. അനു ഇവിടെ ഇരിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമല്ലേ, എല്ലാ അർത്ഥത്തിലും. വീണ്ടും പുതിയ ഗ്ലാസ് വാങ്ങിയല്ലേ? കാർട്ടിയർ ആണല്ലോ, ഹൈലി എക്സ്പെൻസീവ്. പുതിയത് എന്ത് കണ്ടാലും എനിക്കൊരു ആർത്തിയാ. അത് കളർഫുൾ ആണെങ്കിൽ എന്ത് വില കൊടുത്തും ഞാനത് കൈക്കലാക്കും. പുണ്യം കൊണ്ട് വീണ് കിട്ടുന്ന ഒരു ജന്മം, അത് മാക്സിമം എൻജോയ് ചെയ്യാ. അല്ല, ജീവിതത്തിൽ എന്താണ് ഒരു ത്രില്ല്? ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്, രാജുവിന്റെ സെലക്ഷൻസ് ഒക്കെ സൂപ്പറാണ്. സംതിങ് റെയർ. ഓ, ഐ ആം സോറി. അനുവിന് ഞാൻ ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ദിസ് ഈസ് ആൾസോ സംതിങ് റെയർ. ഓ, ബ്യൂട്ടിഫുൾ. താങ്ക് യു രാജു. വെൽക്കം. കസ്റ്റമേഴ്സിന്റെ ഓശാരങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ലെന്നാ കമ്പനിയുടെ നിയമം. ഒരു സസ്പെൻഷൻ ഇത്രയൊക്കെ മതി. ഓഹോ, അപ്പൊ അനു എന്നെ ഒരു കസ്റ്റമറായിട്ട് കണ്ടിട്ടുള്ളൂ അല്ലേ?
നല്ല വെളുത്ത നിറം, നല്ല വലിയ കണ്ണുകൾ, ചാമ്പയ്ക്ക പോലുള്ള ചുണ്ടുകൾ, അന്ന നട, ഒരു വെളുത്ത മാരുതി കാറിൽ അവള് വന്നു. 1000 ഓർഡിനറിയോ? ഓർഡിനറി. നമ്പർ നോട്ട് ചെയ്തോ? ഇല്ല. ഇത് തിരുവനന്തപുരം അല്ല, കൊച്ചിയാണ്. തോപ്പുംപടി പാലത്തിന്റെ മേളിന്ന് താഴോട്ടെടുത്ത് ഇടും പെണ്ണിന്റെ ആൾക്കാര്. അതുകൊണ്ട് ഇനി ഒറ്റ നമ്പറേ ഉള്ളൂ. അതെന്താ? അവളെ മറന്നുകളാ. ദേ സമയവും സന്ദർഭവും നോക്കി കോമഡി പറയാൻ. എങ്ങനെ പറയാതിരിക്കും? 24 മണിക്കൂർ നേരെ സാരിത്തുമ്പിന്റെ പുറകെയല്ലേ. ഏത് ഊതറ പീസിനെ കണ്ടാലും വിടർന്ന കണ്ണ്, മൂക്ക് നാരങ്ങ, ചുണ്ട് പേരക്ക, എന്നിട്ട് പോടേ. ദേ ഒരുമാതിരി തൊലിഞ്ഞ വർത്താനം പറഞ്ഞോണ്ടല്ലോ. ഞാൻ എന്താ 24 മണിക്കൂർ പെണ്ണുങ്ങളെ പുറത്ത് ചുറ്റുക? എനിക്കിവിടെ അന്തസ്സായിട്ടൊരു ജോലിയുണ്ട്. അല്ല നിന്നെ പോലെ തേരാപ്പാര തെണ്ടി കിടക്കുകയല്ല. ഇത് തിരുവനന്തപുരമാണ്, ഞാൻ ചോദിക്കില്ലോ. എറണാകുളമായി പോയി, എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമായി പോയി. എന്തായാലും എനിക്ക് അവളെ കണ്ടേ പറ്റൂ. ഐ വാണ്ട് ഹർ ഫുൾ ഡീറ്റെയിൽസ് ഇമ്മീഡിയറ്റ്ലി. നീ സീരിയസ് ആയിട്ടാണോ? അതെ, സത്യം. സത്യം. എങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫൈൻഡ് വരുത്ത്. എങ്കിൽ എനിക്ക് ഐഡിയാസ് വരത്തുള്ളൂ. Within 24 hours 20 minutes she will be before you. അവൾ നിന്റെ മുമ്പിൽ ഉണ്ടാവും. ഭഗവാൻ തെരി മായ. ഉറപ്പാണോ? देखो अरे एक पॉइंट लाओ ना, बेल करो, सोडा एंड आइस मिलाओ. ഓക്കേ ജി. ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കരുത്. മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, എനിക്ക് മൂത്രം ഒഴിക്കണം. മതി എളിയാ മതി, ഇന്നത്തേക്ക് ഇത്രയും മതി. മാരുതി നോക്കി നോക്കി എന്റെ കഴുത്തൊരു മാതിരിയായി. ഇനി എല്ലാം നാളെ. ഓഫീസ് ടൈമായി, ഇനി നാളെ. നാളെ നാളെ നീള നീള നീ വണ്ടി കയറി. എടാ ഒരു 10 മിനിറ്റ് കൂടി കറങ്ങി നോക്കി അവളെ കിട്ടുന്ന എന്റെ മനസ്സ് പറയുന്നു. ഇനി കറങ്ങിയാ ഞാൻ കറങ്ങിപ്പോവും. ഇനിയെങ്കിലും ഓഫീസിൽ ചെന്നില്ലെങ്കിൽ സൂപ്രണ്ടിനെ ചവിട്ടി പുറത്താക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. വൈകിട്ട് വന്നിട്ട് പുതിയ പദ്ധതികൾ ആലോചിക്കാം. അളിയാ പോകുന്ന വെള്ളം മാരുതി കാരണം സ്കൂട്ടർ എടുത്ത് മാറ്റണോ? അതെ, വേറൊരു പാര. വണ്ടിയോടെ പോയി. മുമ്പേ വണ്ടിയോടെ പോയിന്ന്. അതെ, വണ്ടി ഏത് വണ്ടി? നിന്നെ നോക്കാനല്ലേ ഏൽപ്പിച്ചിരുന്നത്. ആണോ? എടാ വണ്ടി എവിടെ പോയി ചോദിച്ചു. വണ്ടി അതാണ് ഞാൻ വണ്ടി. അയ്യോ, പിന്നെ നീയൊക്കെ എന്നെ കോപ്പുണ്ടാക്കാൻ വണ്ടി കയറിയിരിക്കുന്നു. നിന്നെ ഏൽപ്പിച്ചു എന്നെ പറഞ്ഞാൽ മതി. എറണാകുളത്തുകാരാണെന്ന് പറഞ്ഞ് നടക്കുന്നു. നിന്നെയൊക്കെ ഏൽപ്പിച്ച് എന്നെ വേണം പറയാൻ. എടാ ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഏതായാലും വണ്ടി കണ്ടു, ആളെ കണ്ടു, എനിക്ക് മനസ്സിലായി. വൈകുന്നേരം നീ കുപ്പിയായിട്ട് വാ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കാം. വസന്തി. ഒപ്പിടാൻ വരട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ഒപ്പിടാൻ. ഒപ്പിടണ്ട, ഇന്നല്ല കുറച്ച് നാളത്തേക്ക് തന്നെ ഒപ്പിടണ്ട, പുറത്ത് നിന്നാ മതി. അയ്യോ മാഡം, തന്നോട് പറഞ്ഞ് ഞാൻ മടുത്തു. ഓഫീസ് വരെ മാത്രം സമയമില്ല. പുറത്ത് എവിടെ നോക്കിയാലും കാണാലോ വായി നോക്കി നടക്കുന്നത്. അല്ല, പലർക്കും പല സഹായങ്ങളും ചിലരുടെ പ്രശ്നങ്ങൾ സോൾവ്. ഇയാൾക്ക് മാത്രമേ ഉള്ളല്ലോ പ്രശ്നങ്ങൾ. ഇത് കൊഴിഞ്ഞ പ്രശ്നമാണ്. അറ്റൻഡൻസ് ഒപ്പിട്ടിട്ട് സെക്ഷനിൽ കൊടുത്ത്. ഈ കക്ഷിയല്ലേ അന്ന് മാരുതി കണ്ടത്? എടാ പ്രകാശ, നീ പുണ്യം ചെയ്ത ആത്മാവാടാ. എന്താ മൂന്ന് സാറേ ഒരു ചുറ്റിക്കളി? ഒന്നുമില്ല, വെറുതെ ഓഫീസ് ടൈം അല്ലേ. വാസന്തി ചെല്ലേ. ചേച്ചി എത്രയും വേഗം സെർവന്റിന്റെ കാര്യം ശരിയാക്കണം. ഒക്കെ ശരിയാക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. ശരി, എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി. ഇങ്ങോട്ട് വേണം.
തന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുള്ളോ പെണ്ണുങ്ങൾ വന്നു കയറുമ്പോ ഇങ്ങനെ ചുറ്റി കളിക്കരുതെന്ന്? അയ്യോ അല്ല, ഞാൻ ആ ഡെസ്പാച്ച് ഫയല് സേഫി വെച്ച് പൂട്ടാൻ. ഒന്നുമല്ല, വായിന്നോട്ടൊക്കെ ഓഫീസിന് പുറത്തു മതി. ഞാൻ ആ കുട്ടിയെ നോക്കിയതാണ്, ഏത് കുട്ടിയാണ്, എവിടത്തെ കുട്ടിയാണ്. മതി 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 മതി. താൻ കുട്ടിയെ നോക്കണ്ട, തന്റെ ഡ്യൂട്ടി നോക്കിയാ മതി. മനസ്സിലായോ? യെസ് മാഡം. മുന്താ ഇല്ല മാഡം, ഇനി ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഈ മുകുന്ദന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എന്നെ സസ്പെൻഡ് ചെയ്യരുത്. ഇയാളിഞ്ഞ് വന്നേ വേറൊരു കാര്യം ചോദിക്കാനാ. എന്താ മാഡം? താൻ ആ കുട്ടിയെ കണ്ടോ? ഏത് കുട്ടി? ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് പോയ ആ കുട്ടി. ആ കുട്ടിയെ കാണാനല്ലേ എന്റെ ഡെസ്പാച്ച് കിടന്ന് കറങ്ങിയത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കുട്ടിയാ. അവൾക്ക് അത്യാവശ്യമായിട്ട് വീട്ടുജോലിക്ക് ഒരാളെ വേണം. താൻ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ, ഞാൻ ബ്രോക്കർ അല്ല. മിസ്റ്റർ പ്രകാശ, വിത്തിൻ 24 hours 20 minutes ആ കുട്ടിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിന്റെ മുമ്പിലെത്തും. ബ്രോക്കറാണ് മാഡം. ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞല്ലേ, എന്റെ ഇമേജിന് അല്പം കോട്ടം തട്ടിയാലും തരക്കേടില്ല. അല്ല, മണി പോലുള്ള പാർട്ടീസിനെ ഞാൻ കൊണ്ടേപ്പിക്കാം. അതെനിക്കറിയാം. ആരെ കൊണ്ടുവന്നാലും കൊള്ളാം, പക്ഷെ നല്ല മര്യാദയുള്ള ആളായിരിക്കണം. ഇടയ്ക്ക് വെച്ച് ഇട്ടെറിഞ്ഞ് പോകരുത്, സ്ഥിരമായിട്ട് നിൽക്കണം. അയ്യോ, ഇത് സ്ഥിരമായിട്ടേ നിൽക്കൂ. കേറിയാ പിന്നെ ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. അത് മാത്രമല്ല, ഒരു കാര്യം പ്രത്യേകം പറയണം. അവക്കൊരു കുട്ടിയുണ്ട്, അതിനെയും കൂടെ ചിക്കു, എന്താ ഇത്? എടുക്കരുത്. വരാനാ പറഞ്ഞത്. ചിക്കു, എന്താ നീ കാട്ടുന്നത്? നിക്കവിടെ. അനു, എന്താ ഇതൊക്കെ? ദിസ് ഈസ് ടു മച്ച്. ഇതൊരു ഓഫീസാണെന്ന കാര്യം മറക്കരുത്. തനിക്ക് അല്പം സ്വാതന്ത്ര്യം തന്നെ വിചാരിച്ച്. യു നോ, ദിസ് ഈസ് ദ തേർഡ് ടൈം ഐ ആം ഫേസിംഗ് സച്ച് എ ബിറ്റർ എക്സ്പീരിയൻസ്. സോറി സർ. നോ നോ, ഐ കാന്റ് ടോളറേറ്റ് ദിസ്. വാട്ട് നോൺസെൻസ് ദിസ്? ആത്മാർത്ഥ സുഹൃത്തെ, നല്ല ടേസ്റ്റ്. ഇനി ഒരു ചില്ലി ചിക്കൻ കൂടി പറയട്ടെ. ചില്ലിയോ ലില്ലിയോ എന്ത് പണ്ടാറമണിൽ പറഞ്ഞോ, ഇപ്പൊ തന്നെ രൂപ 10,400 ഈ ടെൻഷൻ പിടിപ്പിക്കാതെ കാര്യം പറ. എടാ, അവളുടെ വീടറിഞ്ഞു, പേരറിഞ്ഞു. ഇനി ഒന്ന് കണ്ടുമുട്ടാനുള്ള വകുപ്പല്ലേ? പറയാം, ഞെട്ടരുത്. ദുർബലമല്ലല്ലോ നിന്റെ ഹൃദയം. പറയാം, രസ്യം ചിക്കൻ. നീ കൂടുതൽ ചിക്കരുത് ശവമേ. കാര്യം പറഞ്ഞ പോലേക്ക്. നീ കുടിക്കാൻ എന്തെങ്കിലും തണുത്തത് കരുതി വെക്കുന്നത് നല്ലതാണ്. കാര്യം പറ പുല്ലേ. എങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോ. ആദ്യം നീ ഒരു വേലക്കാരന്റെ വേഷം കെട്ടണം. വേലക്കാരനോ? എന്താ, പറ്റില്ലേ? എങ്കിൽ വേണ്ട. വെട്ടി വിഴുങ്ങിയതിന്റെ കാശ് മുഴുവൻ കൊടുത്തിട്ടേ നീ തന്നെ അങ്ങ് ചെല്ല്. നിനക്കാവുമ്പോ ചേരും, വേഷവും കെട്ടണ്ട. നിനക്ക് വയ്യെങ്കിൽ ഞാൻ പോകോളാം. അയ്യടാ, മൂഞ്ചിയ പത്ത മുനിസിപ്പാലിറ്റി. കാക്കയ്ക്കും തൻമൂഞ്ചി പൊന്മൂഞ്ചി താനടാ. ഞാൻ ഈ വേലക്കാരന്റെ വേഷം തന്നെ കെട്ടണം. നിനക്ക് എന്താ അത്ര നിർബന്ധം? അവിടെ ഒരു വേലക്കാരന്റെ തസ്തിക ഒഴിവുണ്ട്, അതുകൊണ്ടാ. എന്ന് പറഞ്ഞ എനിക്ക് എന്റെ സ്റ്റാറ്റസ് നോക്കണ്ടേ? എന്നാ നീ നിന്റെ സ്റ്റാറ്റസും കക്ഷത്തി വെച്ചോണ്ട് ആ പി സി പോയിരി. നീ കാര്യമായിട്ട് പറഞ്ഞോ? എന്റെ അമ്മ, ഈ ചപ്പാത്തിയാണ് സത്യം. എന്നാ പിന്നെ ഒരു കൈ നോക്കിക്കളയല്ലേ? ജീവിതത്തിൽ പല വേഷവും കെട്ടണ്ടല്ലേ? നിന്റെ ആഗ്രഹം സാധിക്കണമെങ്കിൽ ഈ വേഷം തന്നെ കെട്ടേണ്ടി വരും. എടാ, 2 ദിവസം കെട്ടിയാൽ മതി, 3ന്റെ അന്ന് അവിടെ വീഴും. പിന്നെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇക്കാലത്ത് അതൊരു ഫാഷനുമാണ്. നീ എത്ര കാര്യമാക്കി എടുക്കണ്ട. എന്താ? അവളൊന്ന് പ്രസവിച്ചാണ്. പ്രകാശ, 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 നിനക്ക് താല്പര്യമുള്ള വിട്ടുകളാ. നമുക്ക് പ്രസവിക്കാത്ത ഒരെണ്ണത്തിൽ വേണ്ട. ഒന്ന് പെറ്റൊന്നും എനിക്കൊരു പ്രശ്നമല്ലടാ. കുട്ടി ഈസ് നോട്ട് എ പ്രോബ്ലം ഫോർ മീ മാൻ. Then proceed, man. ഭഗവാൻ തെരി മായ. ചിക്കുമോളെ, എന്തായി കാട്ടുന്നേ? എന്താ മുത്തശ്ശ? മുത്തശ്ശനിപ്പോ എന്താ വേണ്ടേ? ഈ കണ്ണടയും പൊട്ടിച്ചോ? ഇതും പൊട്ടിയോ? ഇതൊക്കെ നിന്റെ മോളെ പണിയാ, കുമ്പാളി. ആ വെപ്പാനെടുത്ത് എന്റെ മുഖത്തേക്ക് ഒറ്റയേറാ, അറിയോ? മുത്തശ്ശൻ ഒരിടത്ത് അടങ്ങിയിരുന്നേ. ഓ, ആഹാ, ചേച്ചിയോ? വരൂ. എന്നതാ മോളെ ഒരു ബഹളം? മുത്തശ്ശനോട് വഴക്കിടുക? ഒന്നും പറയണ്ട. മുത്തശ്ശനും കൊള്ളാം, കൊച്ചുമോളും കൊള്ളാം. രണ്ടും കൂടി ചേർന്നാ പിന്നെ എനിക്ക് ശരണം കിട്ടുവോ? ആരാ മോളെ? കറിയാച്ചനും സാറാ ചേച്ചിയുമാ. പിന്നെ എടുത്തു വെച്ചോ. ഈ പൊട്ടിയ കണ്ണട വെച്ചാ കണ്ണിന് കേടുവരില്ലേ?
ഓ ഇനി എന്തോ കേട് വരാൻ. നോക്ക് ചേച്ചി, ആഴ്ചയിൽ ഒരു കണ്ണാടി. പുതിയ ഗ്ലാസ് ഇട്ട് ഇന്നലെ വാങ്ങിയതാ. എന്റെ ശമ്പളത്തിന്റെ പകുതിയും മുത്തശ്ശിന് കണ്ണാടി വാങ്ങിയാ തീരുന്നത്. അതെ, ചില ആൾക്കാർ അങ്ങനെയാ. വയസ്സായി കഴിഞ്ഞാ പിന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തക്കം നോക്കിയിരിക്കും. പെട്ടിയിലാകും വരെ ഇവളുടെ അപ്പൻ എന്നെ എന്തുമാത്രം കഷ്ടപ്പെടുത്തിന്നറിയോ? പെട്ടിയിലായി കഴിഞ്ഞാ പിന്നെ കുറച്ചു നേരത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ സുഖായി. അയ്യോ, ഇപ്പോഴാലോചിക്കുമ്പോ എനിക്ക്. ആ അനു, ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഒക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഓഫീസിൽ ഒരാളോട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നോ നാളെ ഇങ്ങ് എത്തിക്കാന്ന് വാക്ക് തന്നിരിക്കുക. അതെയോ? താങ്ക് യു ചേച്ചി. ഞാൻ ആകെ കഷ്ടപ്പെടുക. ഓഫീസിൽ പോലും പോവാൻ പറ്റുന്നില്ല. ഇനി ഒരു കഷ്ടപ്പാടും ഇല്ല. കുട്ടിയുടെ കാര്യവും വീട്ടുകാര്യവും ഒക്കെ ഭംഗിയായിട്ട് നടന്നോളൂ.